നിങ്ങൾക്കെല്ലാവർക്കും മഹാഭാരതത്തിലെ കർണനെ കുറിച്ച് അറിയാമായിരിക്കും. എനിക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണ് മഹാഭാരതത്തിലെ കർണൻ. അപ്പോൾ കർണൻ ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലേ. ഒരുപാട് കഴിവുണ്ടായിട്ടും അവസാനം അത് പല കാര്യങ്ങളിലും അംഗീകരിക്കപ്പെടാതെ പോയി ഒരു കഥാപാത്രമാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മഹാഭാരതത്തിൽ എപ്പോഴും ഏറ്റവും വില്ലാളി വീരനായി പറയുന്ന അർജുനനേക്കാളും കൂടുതൽ മനസ്സിന് ദൃഢതയുണ്ടായിരുന്ന, ചേധാഷ്ട്യമുണ്ടായിരുന്ന ഒരു കഥാപാത്രം എപ്പോഴും കർണൻ തന്നെയായിരിക്കും. കാരണം കർണന് തൻ്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. ഒരിക്കലും പല സാഹചര്യങ്ങളിലും ഒരു എത്തിക്കൽ ഡിലമയിലൂടെ അദ്ദേഹം കടന്നു പോകുമ്പോഴും പലപ്പോഴും ദുര്യോധനന്റെ ഭാഗം ശരിയല്ല എന്നറിഞ്ഞാലും അദ്ദേഹം ദുര്യോധനൻ തന്നെ എല്ലാവരും തിരസ്കരിക്കുന്ന സമയത്ത് തന്നെ അംഗീകരിച്ച ദുര്യോധനനോട് വല്ലാത്ത ഒരുതരം കമ്മിറ്റ്മെൻറ്റ് കർണനുണ്ടായിരുന്നു. സോ യുദ്ധത്തിലാണെങ്കിൽ പോലും പാണ്ഡവർ തൻ്റെ അനുജന്മാരാണ് എന്നറിഞ്ഞിട്ടും കുന്തി ദേവി കർണനോട് ഈ യുദ്ധത്തിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് അത്തരം ഒരു എത്തിക്കൽ ഡിലമ ഉണ്ടായിട്ടേയില്ല. അദ്ദേഹം തൻ്റെ തീരുമാനങ്ങളിൽ ഭയങ്കരമായിട്ട് ഉറച്ചു നിന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് കർണൻ എന്ന കഥാപാത്രത്തെ എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടം. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പല തരത്തിലുള്ള എത്തിക്കൽ ഡിലമാസ് അനുഭവിക്കുമ്പോഴും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റാൻസിൽ ഉറച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ളതൊരു വലിയ കഴിവാണ്. അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. ഇപ്പോൾ ഭഗവത്ഗീത തന്നെ, മഹാഭാരതത്തിൽ ഭഗവത്ഗീത ഉണ്ടായത് തന്നെ എന്തുകൊണ്ടാണ്? അർജുനന് ഭയങ്കരമായൊരു എത്തിക്കൽ ഡിലമ വരുമ്പോൾ, ഞാൻ എൻ്റെ റിലേറ്റീവ്സിനോട് യുദ്ധം ചെയ്യണോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ പുറത്ത് അർജുനൻ യുദ്ധം ചെയ്യാതെ നിൽക്കുമ്പോൾ കൃഷ്ണൻ അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഭഗവത്ഗീത. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രയാസങ്ങളും ഇവിടെ കർണൻ അനുഭവിക്കുന്നില്ല. കർണൻ എല്ലാ തരത്തിലും എന്താ പറയുക, എന്ത് പ്രശ്നം വന്നാലും താൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന ഒരു കഥാപാത്രമാണ്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ കർണൻ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രവുമാവുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവെന്ന് നിങ്ങൾ പറയുക.